കൊള്ളാമായിരുന്നു. ഈ ശകുനപ്പിഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞതേയില്ല. ഏത് വഴിയാ വന്ന്? എല്ലാം നിനക്ക് തമാശയാണോ? എന്തിനാണോ നീ എപ്പോഴും ഇങ്ങനെ കുറുകെ വന്ന് നിൽക്കുന്നേ? കാരണം എനിക്ക് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അത് എന്റെ വായിൽ നിന്ന് തന്നെ അറിഞ്ഞു. ആ എംബ്രോൾ നിനക്ക് വേണോ? പക്ഷേ അതിനാദ്യം നിങ്ങൾ എന്നെ മറികടക്ക്. ഞാൻ ആരോടും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സോണിക്ക് രക്ഷപ്പെട്ടു, പക്ഷെ അവന് ജീവിക്കാനുള്ള അവകാശമുണ്ടോ? എനിക്ക് നിന്നോടൊന്നും അടിയുണ്ടാക്കണ്ട. എടാ കടുകുമണി, വാ തുറക്കരുത് നീ. നിനക്ക് നിന്റെ ജീവനി പേടിയില്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിപ്പോക്കോ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഓക്കെ, എനിക്ക് തോന്നുന്നത് പറ്റില്ല എന്നാണ്. ഹേയ് സുന്ദരിക്കുട്ടി, ഇത്രയും നാൾ എവിടെയായിരുന്നടി? എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും നാൾ നിന്നെ കാണാതെ പോയി. ചാവാൻ തയ്യാറായിക്കോ ഹെഡ് ഹോക്ക്. നിർത്ത്. റോബോട്ടിക് എംബ്രോയ്ഡ് മോഷ്ടിക്കുകയാ. നിന്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തിക്കോ. അങ്ങോട്ടൊന്ന് നോക്കടാ. എൻ്റെ ചതിക്കാൻ നോക്കണോ താൻ? ഓ എടാ കൊച്ചു കഴിപ്പണം കേട്ടവനെ, നിനക്ക് ബുദ്ധിയില്ലേ? ബുദ്ധി ഉണ്ടായിരുന്നേ നീ ചതി 10 കിലോമീറ്റർ മുന്നേ മനസ്സിലാക്കിയനെ, അല്ലേ ഒരു 1.5 കിലോമീറ്റർ മുന്നേ. തന്നെ ഞാൻ വിശ്വസിച്ചോ? സുഹൃത്തായി കണ്ടു. ഐ എം സോറി, ഇങ്ങനെ ചിരിപ്പിക്കല്ലേടാ.